ഏവർക്കും നമസ്കാരം. നമുക്ക് അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ശാരിക പൈതലായ തത്തമ്മയെ കൊണ്ട് എഴുത്തച്ഛൻ രാമായണം പറഞ്ഞു. ഇവിടെയും ഒരു മുത്തശ്ശി കഥ തുടങ്ങിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ മുത്തശ്ശി കഥയിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: സീതയുടെ യൗവനകാലത്ത് അല്ലെങ്കിൽ സീതയുടെ ബാല്യകാലത്ത് എന്ന് നമ്മൾ നോക്കിയാൽ, ആ സമയത്ത് ജനകൻ്റെ കൊട്ടാരത്തിലെ ഒട്ടനവധി തത്തകൾ, കിളികൾ വന്ന് അവിടെ മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുമായിരുന്നു. സീതയെക്കുറിച്ചുള്ള ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ കിളിക്കൊഞ്ചലിലൂടെ പറയുമായിരുന്നു. ആ കിളിക്കൊഞ്ചലിലൂടെ കേൾക്കുന്ന സമയത്ത് ആ കിളിയുടെ മധുരമായ വാക്കുകൾ കേൾക്കുന്ന സീതാദേവിക്ക് പോലും ആകർഷണമുണ്ടായി എന്നുള്ളതാണ്. അപ്പം അതിന് എല്ലാവിധ ഒരുക്കങ്ങൾ കൂട്ടിക്കൊണ്ട് അതിനെ പിടിച്ച് കൂട്ടിലേക്ക് അടച്ചു വയ്ക്കുന്ന ഒരു മുത്തശ്ശി കഥ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള മുത്തശ്ശി കഥയിൽ പറയുന്നു: ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഇതൊക്കെ നമ്മൾ പണ്ട് മലയാള പദ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ബന്ധനം വന്നപ്പോൾ പിന്നീട് ആ കിളികൾ ഒന്നും പറയാനില്ല. നേരെ മറിച്ച് സ്വതന്ത്രമായി അവർ ഈ പ്രപഞ്ചത്തിൽ വിഹരിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ അതാത് സ്ഥാനത്തേക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കിളികളെ ഒന്ന് കൂട്ടിലടച്ച് ശ്രേഷ്ഠമായ ഭക്ഷണങ്ങൾ കൊടുത്തു എന്നാണ് സീത ഇവിടെ മുത്തശ്ശി കഥയിലൂടെ നമുക്ക് പറയാനുള്ളത്. പാലും പഴവും എന്തെല്ലാം വേണോ, ധാന്യങ്ങൾ വേണോ, എന്തു വേണമെച്ചാലും ആ കൂട്ടിനകത്തുള്ള കിളികൾക്ക് കൊടുക്കാൻ ആര് തയ്യാറായി? സീതാമാതാവ് തയ്യാറായി എന്നാണ്. അപ്പോൾ ബാല്യകാലത്ത് നമ്മൾ അവരെ അടച്ചു വച്ചപ്പോൾ, ആ കിളി ആഗ്രഹിച്ചപ്പോൾ ആ കുടുംബത്തിലെ ആൾക്കാർ ആ കിളിയെ പിടിച്ച് ഒരു കൂട്ടിലാക്കി. വേണമെങ്കിൽ അത് സ്വർണ്ണക്കൂടാവാം, നല്ല സൗകര്യമുള്ള കൂടാവാം. ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയിട്ടും ആ കിളി ഒന്നും പറയാതായപ്പോൾ വിഷമം തോന്നിയ സീതാമാതാവിൻ്റെ മുത്തശ്ശി കഥ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വതന്ത്രമായി നമുക്ക് ചിന്തനം ചെയ്യാൻ സാധിക്കുന്ന മേഖലയുള്ളപ്പോൾ ആ സ്വതന്ത്രമായ ചിന്തകൾ നമുക്ക് മുന്നിൽ വരുന്ന സമയത്ത് സ്വതന്ത്രമായി പറയാൻ സാധിക്കണം എന്നുള്ളതാണ് ശാരിക പൈതലിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വാൽമീകി രാമായണം, അധ്യാത്മ രാമായണം, അദ്ഭുത രാമായണം, കമ്പരാമായണം, തുളസി രാമായണം തുടങ്ങി നമുക്ക് ഭാഗവതത്തിലും മഹാഭാരതത്തിലെല്ലാം ഈ ഒരു കഥാസന്ദർഭങ്ങളെ, രാമൻ്റെ കഥകളെ സന്ദർഭവശാൽ പറയാറുണ്ട്. അപ്പോൾ രാമായണം പലതുണ്ട് എന്ന് മനസ്സിലാക്കി തരുകയും കൂടിയാണ്, അല്ലേ? അപ്പോൾ ഈ രാമൻ്റെ കഥകൾ പറയുന്ന സമയത്ത് തന്നെ അയോധ്യ എന്തായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിലെയും സുഹൃത്ത് സംവാദങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കാവ്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ രാമായണം ആദി കാവ്യമാണ് എന്ന് നമുക്കിവിടെ പറയുന്നുണ്ട്. വേദ ഉപനിഷത്തുകൾ എല്ലാം പിറന്നിരുന്നെങ്കിലും കാവ്യരൂപത്തിൽ എഴുതിയത് രാമായണം തന്നെയാണ് എന്ന് നമുക്ക് ഇവിടെ കാണുന്നു. അപ്പോൾ രാമൻ്റെ ജീവിതം ശോകപൂർണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാമൻ്റെ ജീവിതത്തെ നമുക്ക് രാമായണത്തിലൂടെ ദർശിക്കുമ്പോൾ രാജാവാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം ഒരുപാട് ദുഃഖത്തോടു കൂടിയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്തു നോക്കുമ്പോൾ രാമൻ ദുഃഖിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പല സന്ദർഭങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ രാമൻ്റെ ജീവിത മൂല്യങ്ങളെ എടുത്തു പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും
അത് ശോകമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മാ നിഷാദ പ്രതിഷ്ഠാം തുമകമ ശാശ്വതി സമാഹ എന്നുള്ള ശ്ലോകം വരുന്നത് ദുഃഖമുഖത്തിൽ നിന്നാണ്, ഒരു ദുഃഖ സന്ദർഭത്തിൽ നിന്നും നമുക്ക് വരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എടുത്തു നോക്കൂ. നമ്മളെല്ലാം ദുഃഖം വരുന്ന സമയത്താണ് ഈശ്വരനെ കൂടെ പിടിക്കാൻ നമ്മൾ തയ്യാറാവുന്നത്. സന്തോഷം വരുന്ന സമയത്ത് ആ സന്തോഷം പങ്കുവയ്ക്കാൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ദർശനം നടത്താൻ മാത്രമാണ് ഈശ്വരൻ്റെ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ സന്തോഷം വരുമ്പോഴും സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഈശ്വരനെ മുറുകെ പിടിക്കാൻ രാമായണം നമുക്ക് പറയും. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ എന്ന് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ലാഭാലാഭങ്ങൾ, ലാഭം ഉണ്ടാവാം നഷ്ടം ഉണ്ടാവാം, ആ സമയത്ത് പോലും നമുക്ക് നമ്മുടെ തപസ് കൈവിടാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നമുക്ക് രത്നാകരൻ്റെ പേര് നമ്മളിവിടെ പറയണ്ടായി അല്ലേ. ആ രത്നാകരൻ ചെയ്ത ഒരു പ്രവർത്തനം കൊണ്ട് തപസ്സിലേക്ക് കയറി വരാൻ സാധിച്ചു. ആ രത്നാകരൻ വാൽമീകിയാവാൻ ഒട്ടനവധി വർഷങ്ങളെടുക്കാൻ സാധിച്ചു. അതിനു മുമ്പ് അദ്ദേഹം ചെയ്തതെന്തായിരുന്നു? കാട്ടുകള്ളനായിട്ടാണ് നമ്മൾ പറയുന്നത് അധ്യാത്മരാമായണത്തിൽ. പക്ഷെ മുനിപുത്രനായിട്ടാണ് നമുക്ക് വേദശാസ്ത്രങ്ങളെല്ലാം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാൽമീകി മഹർഷിയാണ് രാമായണം എഴുതിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അധ്യാത്മരാമായണത്തിൽ നമുക്ക് പുരാവൃത്തത്തിലേക്ക് വാൽമീകിയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ആ വാൽമീകിയുടെ ചോദ്യത്തിന് വാൽമീകി ജീവിതത്തിൽ രത്നാകരൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പറയുന്നു. വഴിയിലൂടെ പോകുന്ന കാട്ടിലൂടെ തൻ്റെ പ്രദേശത്തുകൂടെ, തൻ്റെ അധീനത്തിലുള്ള പ്രദേശത്തിലൂടെ ആര് പോയാലും അവരിൽ നിന്നും പിടിച്ചെടുക്കുക, എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ഉപഭോഗ സംസ്കാരത്തിന് വേണ്ട സാധനങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ള ആശയത്തോടുകൂടി ഒരു കാട്ടുകള്ളനായിട്ട് ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയും പറയുന്നുണ്ട്, ഇദ്ദേഹം രാമമന്ദിരം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കാരണം നദി കടന്നു പോകുന്ന സമയത്ത് നദീച്ചരാമ വനേച്ചരാമ തേന് എടുക്കാൻ പോകുന്ന സമയത്ത്, ആ തേന് നുകരാൻ പോകുന്ന സമയത്തെല്ലാം ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം രാമമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സപ്തഋഷികളിൽ നിന്നും ഭാണ്ഡക്കെട്ടുകളിൽ നിന്നും എന്തെല്ലാം കിട്ടിയെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് എന്താ ഉണ്ടാവുക? അവരുടെ വസ്ത്രങ്ങളോ അത്യാവശ്യം കമണ്ഡലവോ അല്ലെങ്കിൽ ദണ്ഡോ ആയിരിക്കാം. ഇത്തരത്തിലുള്ള സാധനങ്ങൾ പോലും മോഷ്ടിക്കാൻ രത്നാകരൻ തയ്യാറായപ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യമാണ് വാൽമീകി മഹർഷിയിലേക്ക് ഉയർത്തിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കിട്ടേണ്ട തപസ് അത് കൃത്യമായി ലഭിക്കാതിരിക്കുമ്പോഴാണ് മനസ്സ് ചഞ്ചലപ്പെടുന്നത്. വേണമോ വേണ്ടയോ എന്നുള്ള താരതമ്യം നമുക്കുണ്ടാവുന്നത്. ആ ഭാണ്ഡക്കെട്ടുകളിൽ നിന്നും കിട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ സപ്തഋഷികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതെല്ലാം ഈ പാപകർമ്മങ്ങളെല്ലാം നീ ചെയ്തു തീർക്കുന്നുണ്ടല്ലോ, ഈ പാപകർമ്മത്തിൻ്റെ ഫലം നീ മാത്രമാണോ ഭുജിക്കുക എന്ന് പറഞ്ഞപ്പോൾ രത്നാകരൻ പറയണ്ടായി, അയ്യേ ഞാൻ മാത്രമല്ല. നമ്മളൊക്കെ പറയാറുണ്ട്, അരജാൻ വയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കുടുംബം, ഇത്ര കുടുംബങ്ങളുടെ വയറ് നോക്കേണ്ടത് എൻ്റെ ഉപഭോഗ സംസ്കാരമാണ്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, വായി കയറിയ ഭഗവാൻ അതിനുള്ള ആഹാരവും തരും, അതിന് അധ്വാനിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കണം. അപ്പം അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത്, രത്നാകരനോട് ചോദിച്ച ചോദ്യം അതേപടി തൻ്റെ സഹധർമ്മിണിയോട് പോയി ചോദിച്ചു. ശാംഭവതി എന്ന് പറയുന്നുണ്ട്, സുശീല എന്ന് പറയുന്നുണ്ട് പല ആചാര്യന്മാരും. പക്ഷേ രാമായണത്തിൽ രത്നാകരൻ്റെ ഭാര്യയുടെ പേര് നമുക്കെവിടെയും ചിത്രീകരിക്കപ്പെട്ടതായിട്ട് നമുക്കറിയില്ല. രാമായണത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് പറയുവാനും ആ രൂപവർണ്ണന നടത്തുവാനും നമുക്ക് സാധിക്കും. പക്ഷേ രത്നാകരൻ്റെ പത്നിയുടെ രൂപവർണ്ണന അല്ലെങ്കിൽ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരാൻ ഇന്ന് നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന
ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവരാണ് ഒരു ദേവീ ശില്പത്തിന് അല്ലെങ്കിൽ ദേവീ ഭാവത്തിന് ഭദ്രകാളിയുടെ രൂപകൽപ്പന വരച്ച് അവളെ അത്രയും സൗന്ദര്യമായിട്ട് വരച്ച് തയ്യാറാക്കുകയും ആ ഭദ്രകാളി നാവ് നീട്ടി നിൽക്കുന്ന ഭദ്രകാളിയെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭദ്രകാളി സങ്കല്പത്തിലേക്ക് വന്ന് ആ ചിത്രം വരച്ച ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, രാമായണത്തിലെ രത്നാകരൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ സമൂഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു വാക്കിലൂടെ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നുണ്ട്. രത്നാകരൻ നേരെ ചെന്ന് ആരോട് പറഞ്ഞു? വീട്ടിൽ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാപങ്ങളെല്ലാം അതിൻ്റെ ഒരു ദുരിതം എനിക്ക് വന്നാൽ അതിൻ്റെ കൂടെ നിങ്ങൾ കൂടി അനുഭവിക്കുമോ എന്ന്. അപ്പോൾ പറയുന്ന ഒറ്റ ശ്ലോകമാണ് ഇന്ന് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ ഉപദേശം കൊടുക്കാൻ സാധിച്ച ആ രത്നാകരൻ്റെ പത്നിയെ നമുക്കൊന്ന് മനസ്സിലാക്കണം അല്ലേ? ഇവിടെ നമ്മൾ ശാരീരിക പൈതലായ തത്തയെ മനസ്സിലാക്കുന്ന പോലെ ഇവിടെ നമുക്ക് രത്നാകരൻ്റെ പത്നിയെ ഒന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ കർത്തവ്യമാണ്. അതിനെ സ്വീകരിച്ച് അതിനനുസരിച്ച് ഭാഗമാക്കിയെടുക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. കുടുംബത്തിൽ എല്ലാവർക്കും പങ്കുവെക്കേണ്ടത് ഗൃഹധർമ്മത്തിൻ്റെ കാര്യമാണ്. അല്ലെങ്കിൽ ആ ഗൃഹപ്രവേശം നടത്തുമ്പോൾ സ്ത്രീകളുടെ കൈകളിൽ വിളക്ക് വെച്ച് അത് അടുക്കളയിൽ കൊണ്ടേ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അടുക്കളയിലെത്തിക്കുന്ന ഉപഭോഗ സാധനങ്ങൾ അത് പങ്കിട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വമേ എനിക്കുള്ളൂ. പക്ഷേ ആ പാപഭാരങ്ങൾ ചുമക്കേണ്ടത് എൻ്റെ കർത്തവ്യമല്ല എന്ന് പറയുന്ന രത്നാകരൻ്റെ ഭാര്യയെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം അല്ലേ? എവിടെയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ രത്നാകരൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കും? രത്നാകരൻ കാട്ടാളനാണ് എന്ന് നമ്മൾ പറയുന്നു. അവിടെയും രത്നാകരനെ ശ്രേഷ്ഠമാക്കിയെടുത്ത ആ പത്നിയെ നമുക്ക് വർണ്ണിക്കാം. അത് കഴിഞ്ഞ് രത്നാകരൻ തിരിച്ചു വരുന്നുണ്ട്. സപ്തർഷികൾ നമ്മളാണ് വെച്ചാൽ എന്താ ചെയ്യുക? അവർ അവിടെ നിൽക്കുകയോ പോവുകയോ എന്ത് വേണമെച്ചാലും ചെയ്തോട്ടെ. ഞാൻ സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. കാരണം നിന്നാലെന്ത് പോയാലെന്ത്, എനിക്ക് അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അവിടെ രത്നാകരൻ്റെ ധർമ്മത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ? കാരണം അദ്ദേഹം സപ്തർഷികളോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ ചോദിച്ചു വരാമെന്ന് പറഞ്ഞ വാക്ക് ചോദിച്ച് തിരിച്ചു വന്നു. നല്ലതാണെങ്കിൽ നമ്മളെല്ലാവരും പോയി പറയും, നന്നല്ലെങ്കിലോ നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല അല്ലേ? നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും പാലക്കാട് ജില്ലയിൽ പല ക്ഷേത്രങ്ങളിലും പ്രഭാഷണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവർ പറയാറുണ്ട്, നമുക്കും ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് തുടങ്ങണമെന്ന്. അപ്പോൾ എല്ലാവർക്കും സൗകര്യം ഞായറാഴ്ചകളിലാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടി കമ്മിറ്റിക്കാർ ആ ദിവസങ്ങളൊക്കെ നിശ്ചയിച്ചു, ഡേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ 25 30 കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിരുത്തും. അതിൻ്റെ അടുത്ത ആഴ്ചയും ചിലപ്പോൾ കുറച്ച് കുട്ടികളെ സംഘടിപ്പിക്കും. അതിൽ 4 5 കുട്ടികൾക്ക് ഇന്ന് പല പരിപാടികളുണ്ട് എന്ന് പറഞ്ഞ് അവരൊഴിവാക്കും. ഒരു 4 5 ആഴ്ച കഴിയുന്ന സമയത്ത് പിന്നെ അവിടെ പോകണമെങ്കിൽ ഈ കമ്മിറ്റിക്കാരെ വിളിച്ചാലോ മറ്റു കാര്യങ്ങളിലോ ആൾക്കാരുണ്ടാവില്ല. കുട്ടികൾ 1 2 ആൾക്കാർ ചിലപ്പോൾ അമ്മമാർ കൈപിടിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിമാർ കൈപിടിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ആ കുട്ടി ആ മണിക്കൂർ സമയമെങ്കിലും അവിടെ പോയി ഇരുന്നാൽ ഇവിടെ ഒരു സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിച്ച് ക്ലാസ്സുകൾക്ക് വിടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ആ രത്നാകരൻ തിരിച്ച് സപ്തർഷികളിലേക്ക് വന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു, എൻ്റെ പത്നി അത് സ്വീകരിക്കുക, എൻ്റെ കുടുംബം ആ പാപഭാരങ്ങളെ ചുമക്കാൻ സാധിക്കില്ല. അതിന് ഇത്രയും പാപഭാരങ്ങൾ ഞാൻ ചുമക്കേണ്ടതുണ്ടെങ്കിൽ അതിന് എന്താണ് പ്രതിവിധി അല്ലേ? ആ പ്രതിവിധി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് സപ്തർഷികൾ അദ്ദേഹത്തെ പിടിച്ചിരുത്തി രാമമന്ത്രം ഉപദേശിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
മരാ 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 എന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്ന് നമുക്ക് കഥകളിലൂടെ കേൾക്കാൻ സാധിക്കും. പക്ഷെ രാമമന്ത്രം ചൊല്ലാൻ തുടങ്ങി. 7 വർഷത്തോളം അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് രാമ 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 എന്ന് ജപിച്ചു തുടങ്ങിയപ്പോൾ ആ ജപസാധനയിലൂടെ പല ചെറുപ്പത്തിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ ആ മരം ഈ മരം എന്ന് പറഞ്ഞ് 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 മരാമ രാമ 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 എന്നായി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മന്ത്രത്തെ ശ്രേഷ്ഠവൽക്കരിക്കാൻ സാധിച്ചത് ആരിൽ നിന്നാണ്? വാൽമീകി മഹർഷിയിൽ നിന്നാണ്. അങ്ങനെ ചെതൽ പോലും ചുറ്റും വന്നപ്പോൾ അദ്ദേഹത്തിന് അതുപോലും അറിഞ്ഞില്ല. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം തപസ്സിലെ ശ്രേഷ്ഠനായി മാറി. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഭാഗത്താണ് നമുക്ക് രത്നാകരനെ മനസ്സിലാക്കുകയും രത്നാകരനിലൂടെ തപസ്സിലൂടെ മുന്നോട്ട് വരികയും. അപ്പോൾ ഞാൻ പറഞ്ഞത് കർക്കിടക മാസം 1-ാം തീയതി മുതലെങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ 108 പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകുന്നേരത്തും രാമമന്ത്രം ജപിക്കാൻ സാധിക്കുക. രാമ 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 എന്ന് ജപിക്കാൻ സാധിക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാക്കിയിട്ട് ഈ ഒരു മാസം നമ്മൾ കടന്ന് 31 ദിവസം നമുക്ക് നാമജപത്തിലൂടെ എത്രയധികം മന്ത്രങ്ങളെ രാമമന്ത്രത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ രാമജപത്തിലേക്ക് നമുക്ക് രാമൻ്റെ തപസ്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതും രാമൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതും രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് രാമനെ ചിന്തിപ്പിക്കേണ്ടത്. അവിടെ നമുക്ക് ഈ ലോകത്തിൽ ധർമ്മം അറിയുന്ന ആൾ ആരുണ്ട്, ധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് എന്നെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി രാമചന്ദ്രനാണ്. ഒരുപാട് ആൾക്കാരെ നമുക്ക് ധർമ്മത്തിലൂടെ കാണാൻ സാധിക്കുമെങ്കിലും സത്യവാക്യം പറയുന്ന ആളാണ്, ദൃഢവ്രതനാണ്, അതേപോലെ വീര്യം ഉള്ളവനാണ്, കൃതജ്ഞനാണ്, എന്തെല്ലാം ഏതെല്ലാം സമയത്ത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്ന് ബോധ്യമുള്ള ആളാണ് കൃതജ്ഞൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ഇന്ന് പറയാറുണ്ട്, അവസാനം ഒരു വേദി കഴിയുന്ന സമയത്ത് കൃതജ്ഞത, നന്ദി പറയുന്നത് ഇന്നതാണ്. അപ്പോൾ കൃതജ്ഞൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞ ബോധമുള്ളവനാണ്. അപ്പോൾ ധർമ്മം അറിയുന്നത് ചെയ്യാനും വേണ്ടാത്തത് മാറ്റിവെക്കാനും സാധിക്കുന്ന ആളായിരിക്കണം. സത്യവാക്യം, ആ ഞാൻ പറഞ്ഞ വാക്ക് സത്യസന്ധമാവണം, ആ വാക്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കണം, ദൃഢവ്രതനായിരിക്കണം. അതായത് നമ്മൾ എടുത്ത ധർമ്മം അല്ലെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കണം. അതുമാത്രമല്ല ചാരിത്രശുദ്ധി, അതായത് സദാചാര നിരതൻ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അതുപോലെ ശാരീരികമായ ദ്രോഹം ചെയ്യുകയോ ചെയ്യാത്ത ആളായിരിക്കണം. സർവഭൂതേഷു കോഹിതഃ, സർവ ചരാചരങ്ങളെയും മോഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സർവചരാചരങ്ങളിൽ നിന്നും മോഹിക്കപ്പെട്ടവനാണ് ശ്രീരാമചന്ദ്രൻ. വിദ്വാനാണ്. നമ്മളൊക്കെ പറയാറുണ്ട് വിദ്വാനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്നാൽ അദ്ദേഹം ചിലപ്പോൾ വിമർശകനായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്വാനാണ്, ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് അതിനെ സംക്ഷിപ്ത രൂപത്തിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ആളാണ്. സമർത്ഥനാണ്, അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ കുട്ടികളെ തോളത്ത് തട്ടി പറയാറുണ്ട്, നീ സമർത്ഥനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സമർത്ഥനായി മാറാൻ, അതായത് കർമ്മപന്ഥാവിലൂടെ ചെയ്യുന്നതെല്ലാം തൻ്റെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട്, ബാക്കിയുള്ളവരെ താഴ്ത്ത് വീഴ്ത്തിയിട്ടല്ല, ആ സാമർഥ്യം സമർത്ഥനായിട്ട് നിന്നുകൊണ്ട്. പ്രിയദർശനൻ, കാണുന്നത് പ്രിയങ്കരനായിക്കൊണ്ട്, അതായത് നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അദ്ദേഹം അതീവ സൗന്ദര്യമാണ് എന്ന് ചിന്തിക്കുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെയും മുഖഭാവത്തിലൂടെയും മനസ്സിൻ്റെ വാക്കുകളിലൂടെയും ആണ്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ വാക്കിനെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞ
മുഖഭാവമുള്ള ആളായിട്ട് നമുക്ക് രാമനെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രിയദർശനാണ്. അപ്പോൾ പ്രിയങ്കരനായിട്ട് ഹൃദയത്തിൻ്റെ പ്രസന്നത എപ്പോഴുമുള്ള ആളായിട്ട് ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് ആര്? ശ്രീരാമചന്ദ്രൻ. ജിതക്രോധൻ, ക്രോധത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആൾ ഇല്ലേ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രോധത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. ദേഷ്യം വന്നാൽ വാചാലനായി പോവും, വാക്കുകൾ വളരെ മോശമായി പോകും. അപ്പോൾ അങ്ങനെ ജിതക്രോധനായിട്ടിരിക്കുന്ന ആളാണ്. ക്രോധത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് രാമനിലൂടെ കാണാൻ സാധിക്കും. പിന്നെ ദ്യുതിമാൻ, പ്രകാശപൂരിതമായ ചിന്തയോടുകൂടിയുള്ള ആളാണ് അല്ലേ? എപ്പോഴും പ്രകാശമയമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രസന്നതയും പ്രകാശരൂപവും നമുക്ക് കാണുമ്പോൾ നമുക്കൊക്കെ പറയാറുണ്ട്, നമ്മുടെ ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്. ഈ പ്രഭാവലയത്തെ വികസിപ്പിച്ചെടുക്കലാണ് നിത്യജീവിതത്തിലൂടെ, ആചാര അനുഷ്ഠാനങ്ങളിലൂടെ, തപസ്സിലൂടെ, മന്ത്രങ്ങളിലൂടെ, ഹോമത്തിലൂടെ, പൂജയിലൂടെ, സമർപ്പണത്തിലൂടെ, മറ്റുള്ളവരെ, നമ്മുടെ ഗുരുക്കന്മാരെ നമസ്കരിക്കുന്നതിലൂടെ, പാദപൂജ ചെയ്യുന്നതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രകാശമുള്ള ആളാണ്. പിന്നെ പറയുന്നു അസൂയ ഇല്ലാത്ത ആള് അല്ലേ? തീരെ അസൂയ ഇല്ലാത്ത ആള് അല്ലേ? മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ അത് നമുക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അസൂയാലുക്കളുള്ള നാട്ടിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ആ അസൂയ ഇല്ലാത്ത ആളായിട്ട് ശ്രീരാമചന്ദ്രനെ കാണുന്നു. അതേപോലെ തന്നെ ദേവന്മാർ പോലും ഭയപ്പെടുന്ന രീതിയിൽ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വരുന്ന സമയത്ത്, യുദ്ധം വരുന്നതിന് ദേഷ്യം വന്നുകൊണ്ടാണ്, പക്ഷെ അതിലൊരു ദേഷ്യം വരുന്ന സമയത്ത് അവിടെ ദേവന്മാർ പോലും പരിഭ്രമം അല്ലെങ്കിൽ പരിഭ്രാന്തി ഉണ്ടാകുന്നു. ശ്രീരാമന് ദേഷ്യം വന്നാൽ, യുദ്ധരംഗത്ത് ദേഷ്യം വന്നാൽ അത് ശത്രുവിനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ പോലും ഇല്ലാതാക്കും അല്ലേ? അങ്ങനെ ഒരു വ്യക്തിയെ നമുക്കറിയാം. അശ്വത്ഥാമാവ് എന്ന് പറയുന്ന വ്യക്തി, അവിടെ അദ്ദേഹം ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കേണ്ടായി, ഈ പ്രപഞ്ചം മുഴുക്ക നശിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് തക്കതായ അസ്ത്രം ഉപയോഗിച്ച് രണ്ടുപേരും പിൻവലിച്ചതായിട്ട് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അർജുനൻ അതിന് പ്രാവീണ്യമുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ പിന്നാലെ പോകുന്ന, അശ്വത്ഥാമാവ് ഓടിപ്പോകുന്ന സമയത്ത് അവിടെ നിന്നും അർജുനൻ തുരത്തിക്കൊണ്ടുപോകുമ്പോൾ ശ്രീകൃഷ്ണൻ പുറകിലേക്ക് പോയി ആ അർജുനനോട് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച സമയത്ത് അതിന് തക്കതായ അസ്ത്രം ഉപയോഗിച്ച് അതിനെ തടുത്തു നിർത്താനുള്ള ഒരു സംവിധാനമൊരുക്കി പിന്നെ രണ്ടുപേരെ കൊണ്ടും പിൻവലിപ്പിക്കുന്ന ഒരു ചരിത്രം നമുക്ക് മഹാഭാരതത്തിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ യുദ്ധത്തിൽ വീണ്ടും ദേഷ്യം അല്ലെങ്കിൽ ക്രോധം വരുന്ന സമയത്ത് അത് ചിലപ്പോൾ നിയന്ത്രിക്കാതെ സാധിച്ചില്ലെങ്കിൽ അത് നമുക്ക് ലോകത്തെ, പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന തരത്തിലാവും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അതിൽ ദേവന്മാർക്ക് പോലും പരിഭ്രാന്തി ഉളവാക്കുന്ന രീതിയിലുള്ള രാമൻ്റെ ദേഷ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം മഹാവീരനാണ്, ദ്യുതിമാനാണ്, ധൃതിമാനാണ്, നിയത ആത്മാവാണ്. ഇക്ഷാഹു വംശത്തിൽ ജനിച്ച ശ്രീരാമചന്ദ്രൻ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് വാൽമീകി മഹർഷിയോട് നാരദൻ പറഞ്ഞു എന്ന് നമുക്ക് കഥാസന്ദർഭത്തിലൂടെ ചിന്തിക്കാം. അപ്പോൾ ദ്യുതിമാൻ എന്ന് പറയുമ്പോൾ ധൈര്യം, ബുദ്ധി എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ധൃതിമാൻ അല്ലേ? നമ്മൾ എവിടേക്കാണ് പോണത് എന്ന് ചോദിച്ചാൽ, ഇതെവിടേക്കാണ് ധൃതിയിൽ പോകണമെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അയ്യോ, എനിക്ക് പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അവിടെ ഇന്ന സമയത്ത് എത്തണം എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. ധൃതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ധൃതിമാൻ എന്ന് പറയുന്നത് ധൈര്യത്തെയും ബുദ്ധിയെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആള്. അപ്പം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ, ഇവിടെ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ഒരു കാര്യമുണ്ട്. ഈ കുറച്ച് ശ്രീരാമൻ്റെ ഗുണങ്ങളെ ഞാൻ ഇവിടെ വർണ്ണിക്കുകയുണ്ടായി. ഇതിൽ നമുക്ക് എത്ര ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ എഴുതി വെച്ച് പഠിക്കണം. ഇന്നു മുതൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ
നമുക്ക് സാധിക്കുമാറാകട്ടെ. അതിന് ശ്രീരാമൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ രാമൻ്റെ സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.